തങ്ങളുടെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനിയെ കൊന്നുതള്ളിയ അമേരിക്കയെ ഇറാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പക്ഷേ ഇറാൻ വെറുതെ വിടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിതാ ഇറാന്റെ ഒരു ഹിറ്റ് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇത് പല മാധ്യമങ്ങളും വന്നിട്ടുണ്ട്. ഇറാൻ ഏതൊക്കെ നേതാക്കളെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്? തങ്ങളുടെ നേതാവിന്റെ ചോരയ്ക്ക് പ്രതികാരം ചെയ്യാനായി ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന നേതാക്കളുടെ ആ ഹിറ്റ് ലിസ്റ്റിൽ 13 പേരുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആശ്ചര്യമെന്ന് പറയട്ടെ, പാകിസ്ഥാനുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന, ട്രംപുമായി നല്ല ബന്ധം പുലർത്തുന്ന ഇറ്റലിയുടെ ഭരണാധികാരിയായിട്ടുള്ള മെലോണി എന്ന് പറയുന്ന സ്ത്രീയും ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇറാൻ ടാർഗറ്റ് കിൽ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ വലിയ ലോക നേതാക്കളുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് പുറത്തിറക്കി. ഇതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 1-ാം സ്ഥാനത്തല്ല ഉള്ളത്. ഈ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യ നമ്പറിലുള്ളത് എല്ലാവരും വിചാരിക്കുന്നത് പോലെ തന്നെ ഇസ്രയേലിന്റെ ഭരണാധികാരിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഇതിനു പുറമെയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഈ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പത്രമായിട്ടുള്ള ഹംഷഫ്രി ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായിട്ടുള്ള 13 നേതാക്കളുടെ പട്ടിക 1-ാം പേജിൽ അച്ചടിച്ചു. ലോകമെമ്പാടും കോളിളക്കം സൃഷ്ടിച്ചു. പത്രം വളരെ ആക്രമണാത്മകമായിട്ടുള്ള നിലപാടാണ് ഈ പട്ടികയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുൾപ്പെടെ മുൻനിര ലോക നേതാക്കളുടെ ചിത്രങ്ങൾ തടവുകാരുടെ വസ്ത്രത്തിൽ അതിൽ കാണിച്ചിട്ടുണ്ട്. പത്രത്തിന്റെ 1-ാം പേജിൽ പ്രതികാരം ഉറപ്പാണ് എന്ന തുറന്ന മുന്നറിയിപ്പായി വലുതും വ്യക്തവുമായ അക്ഷരങ്ങളിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവിനും പുറമെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ, പ്രതിരോധ മന്ത്രി പീറ്റ് ഹെക്സറ്റ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള ഖമേനിയുടെ മരണത്തിന് കാരണം ഈ നേതാക്കളാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതിനാൽ ഏത് നിമിഷവും ഈ നേതാക്കൾ വധിക്കപ്പെടണം അല്ലെങ്കിൽ വധിക്കപ്പെടാമെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.